മാലതി ടീച്ചറൊക്കെ ഇവരൊക്കെ എന്നെ പഠിപ്പിച്ചിരുന്നതാണ്. അവരെ പോലെ തന്നെ അവരോടൊപ്പം തന്നെ ഇരിക്കാനൊരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങളിൽ ഒരാളായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഈ അസംബ്ലി സമയത്ത് തന്നെ ഇവിടെ നമ്മളിങ്ങനെ കണ്ടു നിറയുകയായിരുന്നു. ഒരാഴ്ച പറഞ്ഞതുപോലെ അസംബ്ലി സമയത്ത് അവിടെ നിന്നിട്ട് അവിടെ ഒരു നിമിഷം എന്ന് പറയുന്നത് ഒരു അസുഖ നിമിഷം തന്നെയാണ്. അതായത് നിങ്ങളുടെ ഈ 86-87 ബാച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഓർക്കത്തക്ക ഒരു ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു വർഷമാണ്. ഇല്ലാത്ത വർഷം മാത്രമല്ല, നിങ്ങൾക്കാണെങ്കിലും അതൊന്നും നിങ്ങളുടെ കുട്ടിപ്പായമായതുകൊണ്ട് നിങ്ങളത് ഓർക്കുന്നില്ലായിരിക്കും. എൻ്റെ വിവാഹ വാർഷികം 30ാം വിവാഹ വാർഷികമാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ടരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇരട്ടി മധുരമാണ്. മറ്റുള്ളവർക്ക് മധുരഭാഗങ്ങൾ എനിക്ക് ഇരട്ടി മധുരമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ദൈവം ജീവിതത്തിൽ ഉണ്ടാക്കി തരും എന്നുള്ള ഒരു അറിവ് എനിക്കിന്നുണ്ടായി. കാരണം ഞാൻ ഇവിടെ നിൽക്കുന്നത് 3 തലമുറ, ഞാൻ, എൻ്റെ മകള്, എൻ്റെ കൊച്ചുമകള്. ഇതുപോലൊരു വേദി ഇതിന് ശേഷമോ ഇതിന് മുൻപോ ഇതിന് ശേഷം ഉണ്ടാകുമോ എന്നറിയില്ല. ഇതിനു മുൻപ് ഉണ്ടായിട്ടുമില്ല. ഒരു സിനിമയുടെ ഇമ്പാക്റ്റ് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. ഒരു സിനിമയുടെ ഇമ്പാക്റ്റ് ആയിരിക്കാം ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകാൻ. നിങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, അതായത് ഞാൻ ഓർത്തത് ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയെ കുറിച്ചാണ്. അത് സമൂഹത്തിൽ ഇത്ര നല്ല ഒരു സന്ദേശം, ഗുരുക്കന്മാരെ ആദരിക്കുക, ആ ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ, പിന്നീട് ഒടുമീശക്കാരനും കൊച്ചുകുട്ടിയൊക്കെ ആയിരുന്ന ആ സമയം മാറിയിട്ട് ബന്ധപ്പാടുകളും ഉത്തരവാദിത്തങ്ങളുമുള്ള വലിയ ഒരു ഗ്രോണപ്സ് ആയി കഴിയുമ്പോൾ മേഖലയിൽ ട്യൂഷൻ എടുത്തു കഴിയുന്നതാണ്. പക്ഷേ അന്ന് എന്നെ ആശാനും നെരടിക്കാരും തഴികാരും വിളിക്കാൻ പേര് വീടാൻ കാരണക്കാരനായ ഒരു പയ്യൻ, ഒരു സ്റ്റുഡൻറ്, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഈ വേദിയിലുണ്ട്. പേര് ഞാൻ വിട്ടുപോയി, മുമ്പ് പറഞ്ഞെങ്കിലും നെരടിക്കാരനാണ്. അന്നാണ് എൻ്റെ അധ്യാപന ജീവിതം തുടങ്ങുന്നത്. അതിനുശേഷം ഡയറിയിൽ കൊണ്ടുപോകുന്ന പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപികമാരാണ് മംഗളം ടീച്ചർ, ശ്രീദേവി ടീച്ചർ. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ശ്രീദേവി ടീച്ചർ അവധിക്ക് പോയ ആ സമയത്ത് മംഗളം ടീച്ചർ കണക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതും A+B ഹോസ്പെയർ എന്താണ് പഠിക്കുന്നതിന് അടിച്ച അടിയുടെ ചൂട് ഇപ്പോഴും പോയി. പക്ഷെ ആ അടിയുടെ ചൂടുകൊണ്ടായിരിക്കാം ഞാൻ കണക്കധ്യാപകനായിട്ട് പഞ്ചായത്ത് അറിയപ്പെടുന്നത്. അതിന് സാറിനോട് എനിക്ക് തീർത്ഥാർത്ഥികളുടെ കടമയും കടപ്പാടും നിശ്ചയമായ സ്നേഹവും. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, മറ്റ് സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇങ്ങനെയൊരു സംരംഭം ഇവിടെ തുടങ്ങാനായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട 3 വിദ്യാർത്ഥികളാണ് സിനി, സുനില്, മഞ്ജുമോള്. അതിൻ്റെ പിന്നിൽ ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇതിൻ്റെ പിന്നിൽ അക്ഷീണ പ്രയത്നം നടത്തിയതിനു ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്താനിടയായെന്ന് അറിയാൻ സാധിച്ചു. ഏതാണ്ട് 29 വർഷത്തിന് ശേഷമാണ് അന്ന് പഠിപ്പിച്ച വിദ്യാർത്ഥികളെ 3/4 വരെ ഇന്നിവിടെ ഒന്നിച്ച് കാണാൻ സാധിച്ചത്. പല വിദ്യാർത്ഥികളെയും പല സ്ഥലത്ത് വെച്ചും, അതായത് ക്ഷേത്രങ്ങളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും ബസ്സുകളിൽ വെച്ച് കാണാനിടയായിട്ടുണ്ട്. എന്നാലും എല്ലാവരും ഒന്നിച്ച് കാണാൻ സാധിച്ച ഒരു സന്ദർഭമായി ഇത് ഒരു
86-87 SSC വിദ്യാർത്ഥികൾ ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ വിദ്യാലയത്തിൽ നിന്ന് ധാരാളം വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അന്ന് ഏകദേശം 30 വർഷം കഴിഞ്ഞിരിക്കുന്നു. അന്ന് കുട്ടികളായിരുന്ന നിങ്ങൾ ഇന്ന് അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരുമാണ്. അതുപോലെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിങ്ങളുടേതായ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വിദ്യാലയ ജീവിതത്തിൻ്റെ ഏറ്റവും വസന്തകാലമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാവാം നിങ്ങൾ ഇങ്ങനെ ഒരു ഒത്തൊരുമിക്കലിനെ പ്രേരിപ്പിച്ചത്. വേദിയിലിരിക്കുന്ന എൻ്റെ കൂടി അധ്യാപകരായിട്ടുള്ള ബഹുമാന്യ ഗുരുജനങ്ങളെ, സദസ്സിലെ പ്രിയമുള്ള കുട്ടികളെ, സാധാരണയായിട്ട് പ്രസംഗപീഠത്തിനടുത്ത് വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ള കുറച്ചേറെ ഒരു മാനസികമായൊരു സന്തുലിതാവസ്ഥയിൽ കിട്ടുന്ന സ്ഥിതിയാണുള്ളത്. പക്ഷെ ഇപ്പോൾ അതിന് വ്യത്യസ്തമായി ഒരനുഭവമാണ്. ഞാൻ സംസാരിക്കട്ടായിരുന്നു പ്രകടിപ്പിക്കുകയാണ്. ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഒരു വൈകാരികമായ അമൂല്യമായ ഒരു മുഹൂർത്തമാണ് ഈ 86-87 ബാച്ചിലെ വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് ഇവിടെ ഒരുക്കിയത്. അധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, മെനിഞ്ഞാന്ന് രാത്രിയിൽ സ്ഥിരീകരിച്ചു. സാറേ, ഞങ്ങളൊരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട്, 87 ബാച്ചിൻ്റെ റീയൂണിയൻ, അത് സാർ വേണം. ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. ട്യൂട്ടോറിയലിൽ ഞാൻ പഠിപ്പിച്ച ഈ ഒരു ഫംഗ്ഷനിൽ ഞാൻ ഇതിൽ പങ്കെടുക്കണം. ഞാൻ സിനിമയിൽ എന്നോട് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്കൂളിലെ അധ്യാപകരെ മാത്രമല്ല, ഞങ്ങളെ അക്ഷരം പഠിപ്പിച്ച അന്നത്തെ ട്യൂട്ടോറിയലായ സ്റ്റുഡൻസ് സംഘം, അതുപോലെ പ്രതിഭ അക്കാദമി, അവിടുത്തെ അധ്യാപകരെ ഞങ്ങൾ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു 6 മാസം മുമ്പ് വീട് കാലം ഇരിക്കണം, യാത്ര ചെയ്യാൻ നിർത്തിയില്ലാത്ത അവസ്ഥയാണ്, എനിക്കൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ശരി സാറിന് വരാൻ കഴിയുമെങ്കിൽ മാക്സിമം ശ്രമിക്കുക. ഞാൻ ഫസ്റ്റ് ഞാൻ നോക്കട്ടെ. അത് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ ഒരു 35 വർഷങ്ങൾക്കും അപ്പുറമാണ് ഈ സ്കൂളിൻ്റെ മുറ്റത്ത് കാലം പൊത്തിയത്. അപ്പോൾ ഞാൻ പഠിച്ച ഈ സ്കൂളിൻ്റെ തിരുമുറ്റത്ത് ഒന്നുകൂടെ കാര്യം കൊണ്ടാണ് ഒരു സൗഭാഗ്യം. അതോടൊപ്പം തന്നെ 29 വർഷം മുമ്പ് ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികൾ, ഇവരൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ അച്ഛന്മാരും അമ്മമാരും ഒക്കെയാണ്, നിങ്ങളെല്ലാവരെയും ഒന്ന് കാണുക എന്നുള്ള ഒരു അതിഭയങ്കരമായ ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ടാവുകയും നിങ്ങളെല്ലാവരെയും ഒന്നിച്ചെന്ന് കാണാൻ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒത്തിരി നാളുകളായി ഞാൻ പാടിയിട്ട് എന്തായാലും നിങ്ങൾ
വേദി ഉണ്ടാക്കി തന്ന നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസ. നിങ്ങൾക്ക് തന്ന ഈ സ്വീകരണത്തിന് എല്ലാവരും നന്ദി പ്രയാസപ്പെടുന്നു. അഷ്ടപതിയിലെയും തുള്ളി തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ അഷ്ടപതിയിലെയും തുള്ളി തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ നീ കത്തുന്ന കൽവിളക്കും ചാരി നിർത്തനം ഞാൻ മിഴിപൂട്ടി നിന്നു. അഷ്ടപതിയിലെയും തുള്ളി തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ ഹൃദയത്തിലൊരു കാത്ത ദാരിദ്ര്യ ദുഃഖമായും കണ്ണീരാ പാകിണ്ണവും. ഹൃദയത്തിലൊരു കാത്ത ദാരിദ്ര്യ ദുഃഖമായും കണ്ണീരാ പാകിണ്ണവും. അഷ്ടപതിയിലെയും തുള്ളി തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ കണ്ണനെ കാണാതെ തിരഞ്ഞു നകളിത്തട്ടിൽ കൃഷ്ണഗാഥ പാടി വീഴുറങ്ങി. കണ്ണനെ കാണാതെ തളർന്നു ഞാൻ കളിത്തട്ടിൽ കൃഷ്ണഗാഥ പാടി വീഴുറങ്ങി. ഗോകുലപാലകനെ കുവാനിന്ന ഞാൻ വൃന്ദാവന സാരംഗമായി. വൃന്ദാവന സാരംഗമായി. അഷ്ടപതിയിലെയും തുള്ളി തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ നെയ്തിരികത്തുന്ന കൽവിളക്കും ചാരി നിർത്തനം ഞാൻ മിഴിപൂട്ടി നിന്നു. അഷ്ടപതിയിലെയും തുള്ളി തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ. അവസരം അഷ്ടൈശ്വര്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ കുട്ടികളെയും ഒന്നിച്ച് കാണാൻ അവസരം ഉണ്ടാക്കി തന്നതിനും നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്കും നന്ദി. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പാടാത്ത കൃഷ്ണകുമാർ സാറിനെ പാടിപ്പിച്ചു. എന്തൊരു സാറ് ഒരു കൊച്ചു കുഞ്ഞിനെ അനുസരിക്കുകയായിരുന്നു. പെട്ടെന്ന് സാറ് പാടി. അപ്പൊ ഇനി ഞങ്ങൾ പറയാം, നിങ്ങൾ എവിടെ നിൽക്കുന്നു, ഓരോരുത്തരും ഇവിടെ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൽ നിങ്ങളുടെ കഴിവുകൾ ഇവിടെ വന്ന് അവതരിപ്പിക്കണം. നിങ്ങൾ നമ്മളെ കൊച്ചു മക്കളെന്ന് കാണട്ടെ, എൻ്റെ അച്ഛൻ അമ്മ ഇന്നയാളായിരുന്നു. ഓക്കെ, അതിനൊരു അവസരം. എൻ്റെ സഹപാഠികളെ, നമ്മളെല്ലാവരും കൂടി ഇവിടെ ഒത്തുകൂടാൻ എന്നൊരു അവസരം കിട്ടിയത്
ഈശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാ അനുഗ്രഹത്തിലൂടെയും ഞാനൊരു കവിത ഇവിടെ ആരംഭിക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, ഇതിനെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവണം, എന്നോട് ക്ഷമിക്കണം. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഇതുപോലെ കവിതയൊക്കെ പാടുന്നത് അല്ലെങ്കിൽ പാട്ട് പാടുന്നത് ഞാൻ ഇവിടെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇന്ന് ഞായറാഴ്ചയാണ്, വെള്ളിയാഴ്ചയല്ലെന്ന്. വെള്ളി വീഴുന്ന ആൾക്കാർ അപ്പൊ അങ്ങനെ ഒരു സംഭവമുള്ളത് കുറെ നാളായി പ്രാക്ടീസ് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ക്ഷമിക്കും. ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് മധുസൂദൻ നായരുടെ നാരായണ ദുഃഖാന്തൻ. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയേറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാനാഥൻ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയേറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാനാഥൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിരവിന്റെ പാഷാണത്തില്ല. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിരവിന്റെ പാഷാണത്തില്ല. ഉള്ളിലഗ്നികോണിൽ കാറ്റുടഞ്ഞു തീചീറ്റുന്ന നഗ്നമാർഗമില്ല. വാഴിന്റെ തുമ്പിച്ച വാതിലുകളയുന്ന പാഴികൾ പുറ്റുകൾ കിടപ്പാറ്റിയുടയുന്ന ചിറകെട്ടി കേവല ധ്യാനത്തിലുടയുന്ന ചുടുകാട്ടിലെരിയായി ചികയുന്ന ഞാനാണ് മോഹൻ, മോഹമൊഴുകുന്നു ഞാനാണ് നാഥൻ. കോൺമയുടെ കോലങ്ങൾ എരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോൺമയുടെ കോലങ്ങൾ എരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കരകത്തിനെത്തി നിൽക്കുമ്പോൾ, കോലായിക്കാലം ഒരു വന്നുകാലമായി തീകായുമായിരിക്കുന്നു. ചീർത്ത കൂനക്കിനാക്കൾ തൻ കുന്നിലേക്ക് മേഘകാമങ്ങൾ കൈവരുത്തുന്നു. ഒട്ടി വലിയുന്ന ദിശയെട്ടും പ്രശാന്തിയുടെ മുട്ടുകൾ നിരഞ്ഞു നടകൊള്ളുകേ. ഓർമ്മയിലോട് വഴി വരവ് ചിപ്പടമയുടെ നിറവരയിലേക്ക് തിരിയുന്നു. ഓർമ്മയിലോട് വഴി വരവ് ചിപ്പടമയുടെ നിറവരയിലേക്ക് തിരിയുന്നു. ഇവിടെയല്ലോ പണ്ടൊരു പ്രകൃതിതൻ വ്രതശുദ്ധി വഴി വാർന്നമ്മയും നിച്ച ദേവകൾ തുയിലുണരുമിടനാട്ടിൽ ദാരുകഥ ഭാവനകൾ വാഴ്ത്തുന്ന പൊന്നമ്പലങ്ങളിൽ പുഴകൾ വെൺപാവിനാൽ വെൺമനയും നാട്ടുപൂഴിപ്പരപ്പുകളിൽ ഓതിരം കടകങ്ങൾ നേരിന്റെ ചുവടുറപ്പിച്ച കളരിയിൽ നാണത്തിവർക്കും വടക്കിനി തിന്നയിൽ ഇരുളിന്റെ ആഴത്തിൽ അധ്യാത്മചൈതന്യമിമകട്ടി വിരിയുന്ന വേദമാടങ്ങളിൽ. ഇരുളിന്റെ ആഴത്തിൽ അധ്യാത്മചൈതന്യമിമകട്ടി വിരിയുന്ന വേദമാടങ്ങളിൽ. ഈറകളെല്ലാം തന്റെ ആത്മബോധത്തിന്റെ ഈണം കൊരുക്കുന്നു കാടകപ്പൊന്തേ. പുള്ളും പരുന്തും കുരുത്തോലനാകവും വള്ളുവച്ചിന്തു കേട്ടാടും പലകളിൽ ആഴിവേഗം പുലപ്പേടി വേഷം കളഞ്ഞാവണപ്പൂവുകൾ നീട്ടും കളങ്ങളിൽ അഴിയാറുന്ന വാടപ്പറമ്പുകളിൽ അഗ്നിസൂക്തത്തൊരിതേജ്ഞവാണങ്ങളിൽ. വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ വറ്റു ഉന്മതവാദ വിഭ്രമച്ചുഴികളിൽ അലഞ്ഞതും കാമണ്യൊഴിയുത്തരാശമേൽ ആയത്ത മൂർച്ചരേണുക്കൾ ചൊരിഞ്ഞതും. 12 മക്കളത്രേ പിറന്നു ഞങ്ങൾ 12 കൈകൾ